നെക്സ്റ്റ് ബാങ്കേഴ്സ് അൽഗോരിതം. ബാങ്കേഴ്സ് അൽഗോരിതം പർപ്പസ് എന്ന് പറയുന്നത് ഡെഡ് ലോക്കിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ ഏത് പ്രോസസ്സാണ് സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ളതാണ് കൊടുത്തിട്ടുള്ളത്. അലോക്കേഷൻ കൊടുത്തിട്ടുണ്ട്, മാക്സ് ഉണ്ട്, അവൈലബിൾ ഉണ്ട്. ഇതൊക്കെ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ട വാല്യൂസാണ്. അപ്പോൾ ഇതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നീഡ് എന്ന് പറയുന്നത് മാക്സ് മൈനസ് അലോക്കേഷനാണ്. മാക്സിന് നമ്മൾ അലോക്കേഷനുമായിട്ട് മൈനസ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് നീഡ് കിട്ടുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, പ്രോസസ് P0ൻ്റെ നീഡ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പോൾ പ്രോസസ് P0ൻ്റെ നീഡ് കിട്ടാൻ വേണ്ടിയിട്ട് മാക്സ് മൈനസ് അലോക്കേഷനാണ്. 7 മൈനസ് 0 ദറ്റ് ഈസ് 7, 5 മൈനസ് 1 ദറ്റ് ഈസ് 4 ആൻഡ് 3 മൈനസ് 0 ദറ്റ് ഈസ് 3. അപ്പോൾ നമുക്ക് അതിൻ്റെ പ്രോസസ് P0ന് നീഡ് കിട്ടിയിട്ടുണ്ട്. ABC നീഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നീഡും അവൈലബിളും നമ്മൾ കമ്പയർ ചെയ്യും. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് 7 ആണ്, പക്ഷേ എയിൽ 3 മാത്രമേ ഉള്ളൂ. 4 ആണ് ആവശ്യം, 3 മാത്രമേ ഉള്ളൂ. 3 ആണ് ആവശ്യം, 2 മാത്രമേ ഉള്ളൂ. അപ്പോൾ പ്രോസസ് 0 നമ്മൾ എന്ത് ചെയ്യില്ല, ഇപ്പോൾ സെലക്ട് ചെയ്യില്ല. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് പ്രോസസ് P1ൻ്റെ നീഡ് കണ്ടുപിടിക്കും. ഇതേപോലെ തന്നെ മാക്സ് മൈനസ് അലോക്കേഷൻ. 3 മൈനസ് 2 ദറ്റ് ഈസ് 1, 2 മൈനസ് 0 ദറ്റ് ഈസ് 2, 2 മൈനസ് 0 2, 1 2 2 ആണ് കിട്ടിയിട്ടുള്ളത്. 1 2 2 നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ 1 2 2 എന്ന് പറയുന്നത് നമ്മൾ ഏതുമായിട്ട് കമ്പയർ ചെയ്യും, ഈ അവൈലബിളുമായിട്ട് കമ്പയർ ചെയ്യും. അപ്പോൾ 1 2 2 ആണ് ആവശ്യം, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള 3 3 2 അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, അതെന്താണ്, പ്രോസസ് P1 സെലക്ട് ചെയ്യും. പ്രോസസ് P1 സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇനി അടുത്തത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ പുതിയ അവൈലബിൾ കണ്ടുപിടിക്കണം. പുതിയ അവൈലബിൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് അവൈലബിൾ പ്ലസ് അലോക്കേഷനാണ്. അപ്പോൾ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് പ്ലസ് അലോക്കേഷൻ എന്നുള്ളതാണ് പുതിയ അവൈലബിൾ. അപ്പോൾ 3 + 2 5, 3 and 2. അങ്ങനെയാണ് നമുക്ക് പുതിയ അവൈലബിൾ ഇവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് P2 നോക്കുക. P2ൻ്റെ നീഡ് നമ്മൾ കണ്ടുപിടിച്ചു. നീഡ് എന്ന് പറയുന്നത് മാക്സ് മൈനസ് അലോക്കേഷനാണ്. 9 മൈനസ് 3 ദറ്റ് ഈസ് 6, 0 ആൻഡ് 2 മൈനസ് 2 0. ഇതാണ് 6 0 0. 6 0 0 ആണ് പുതിയ അവൈലബിൾ. 5 3 2 ആണ്. ഇത് കമ്പയർ ചെയ്യുന്ന സമയത്ത് 5 മാത്രമേ അവൈലബിൾ ഉള്ളൂ. നമുക്ക് ആവശ്യം എന്താ, 6 ഉണ്ട്, 3 അവൈലബിൾ ഉള്ളൂ. ബാക്കി രണ്ടും സാറ്റിസ്ഫൈ എങ്കിലും ഇത് സാറ്റിസ്ഫൈ ഇല്ല. അതുകൊണ്ട് P2 എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നമ്മൾ എടുക്കില്ല. ഇനി P3 എന്ന് പറയുന്ന പ്രോസസ്സിൻ്റെ നീഡ് ഫൈൻഡ് ഔട്ട് ചെയ്യുക. മാക്സ് മൈനസ് അലോക്കേഷൻ 0 1 1 0 1 1. അപ്പോൾ എന്താണ്, നമ്മൾ കമ്പയർ ചെയ്തു. എന്താണ്, 5 ഉണ്ട്, 3 ഉണ്ട് ആൻഡ് 2 ഉണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഈ ഒരു പ്രോസസ്സ് സെലക്ട് ചെയ്യും. പുതിയ അവൈലബിൾ എന്ന് പറയുന്നത് ഈ ഒരു അവൈലബിൾ പ്ലസ് അലോക്കേഷൻ ആയിരിക്കും. 5 + 2 ദറ്റ് ഈസ് 7, 3 + 1 is 4, 2 + 3 3 ആയിട്ട് എടുക്കും. ഓക്കെ, അതേപോലെ അടുത്ത പ്രോസസ്സ് നോക്കും. അടുത്ത പ്രോസസ്സ് നോക്കുന്ന സമയത്ത് 4 3 1 ആണ്. ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഏതാണ്, 7 4 3 ആണ്. 7 4 3 7 4 3. അങ്ങനെയാണ് നമ്മൾ ബാങ്കേഴ്സ് അൽഗോരിതം കാണുന്നത്. ബാങ്കേഴ്സ് അൽഗോരിതത്തിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് ഡെഡ് ലോക്കിനെ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്.